ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബട്ടർ സ്കോച്ചിന് തയ്യാറാക്കുന്ന സോസിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. പക്ഷേ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഫോട്ടോ കൊടുക്കാൻ കസ്റ്റമറിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതിന് വേണ്ടിയുള്ള ബട്ടർ സ്കോച്ച് സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാതെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് മാത്രം ആയാലും കുഴപ്പമില്ല കേട്ടോ. മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മളിതിലേക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേ എന്ന് വെച്ചാൽ പകുതിയോളം മുട്ട ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറച്ച് ഇത് ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് മധുരം കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക, കുറവ് വേണമുള്ളവർക്ക് അങ്ങനെ അതനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ല വൈറ്റ് കളറാവുന്നത് വരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2-3 ഡ്രോപ്പ് ഒന്ന് വീഴ്ത്തി കൊടുക്കുക കേട്ടോ. കളർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കാണിക്കാത്തത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇത് ചേർക്കുക. 1 കപ്പ് മൈദാമാവ്, 200 ml കപ്പിലാണ് 1 കപ്പ് മൈദാമാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പും കൂടി ഒന്ന് അരിച്ചെടുത്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഇതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതവിടെ കുറച്ച് ഇത് ആ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചൂടുവെള്ളമോ ചൂട് പാലോ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഹാർട്ട് ഷേപ്പിലുള്ള 1 കിലോയുടെ ഇത് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 35 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ചൂടാക്കി അലുമിനിയം പാത്രത്തിലേക്ക് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ടാപ്പ് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിനെ നമ്മൾ 30 മിനിറ്റ് ഒന്ന് വെച്ച് വെക്കണം. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ് ആകുമ്പം നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ടോപ്പിക്ക് വെച്ച് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കില്ലെങ്കിൽ കേക്ക് നല്ലതുപോലെ വെന്തെന്ന് കരുതിയാൽ മതി. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 1 കിലോ കേക്കിന് 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത്തിരി കട്ടിയായിട്ടിരിക്കണം, അത് കാര്യമായി കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. ഇത് കുഴപ്പമില്ല, നമ്മൾ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാ ഭാഗത്തും നല്ലതുപോലെ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ നിറച്ച് ഞാൻ ഇതിലേക്ക് ആ ഒരു സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ആ ഒരു കളർ കിട്ടും കേട്ടോ. ആ ഒരു സോസിൻ്റെ കളറ് നമുക്ക് ആ ഒരു ക്രീമിൽ കിട്ടും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 4 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ബീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ബീറ്ററിൻ്റെ ഒരു ഇത് വെച്ചനുസരിച്ച് ചിലത് ബീറ്ററിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി സമയമെടുത്ത് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 കിലോയുടെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യുമ്പോൾ ഇത്തിരി വലിയ ബോർഡ് തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പം നടുക്കത്തെ കേക്കിൻ്റെ ലെയറാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ കുറച്ച് ഒഴിക്കുക കേട്ടോ. കാരണം കേക്ക് നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കായതുകൊണ്ട് നമുക്ക് അധികം അത് നനച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ക്രീമൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കട്ടിക്ക് തന്നെയാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം പതുക്കെ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് ആ ഒരു ക്രീമൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്
ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ്. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ലൂസായി കിട്ടും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. നമ്മളിതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പ്രളയിനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിറയെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ 3 ലെയറും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 ലെയർ കേക്കും ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിനിഷായി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ കാർഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോഴും എല്ലാ ഭാഗത്തും ആ ഒരു ക്രീം നല്ലതുപോലെ പിടിച്ചിരിക്കും കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. അപ്പോഴും ആ ഒരു ക്രീമൊക്കെ നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ റൗണ്ട് കേക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത്തിരി ഇതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഹാർട്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ഒന്ന് നല്ലതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നമ്മളെ കേക്ക് ടിന്നിൽ നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള ടിന്നിൽ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് നമ്മൾ ഹാർട്ട് ഷേപ്പ് ആക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തെടുക്കുക, ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറൊന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളൊരു ഫൈനൽ ഇത് ഐസിങ് ചെയ്യുകയാണ്. നല്ല കട്ടിക്ക് തന്നെ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ആ ഒരു കളർ നമ്മൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ചേർത്ത കളറാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ഫൈനൽ ഡെക്കറേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ക്രീമൊക്കെ നമുക്ക് നല്ല ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു നൈഫൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഇത് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്ന കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നല്ലതായിട്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കൂടുതലായിട്ട് വീഡിയോസൊന്നും ലോങ് വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കില്ല. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് നമ്മൾ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, നല്ലതായിട്ട് ഫിനിഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് ഏത് കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അതിനുശേഷം നിങ്ങൾ ഇതൊക്കെ ഓരോന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ, അല്ലാതെ വീഡിയോ കണ്ടു പോയിട്ട് ഒരു കാര്യമില്ല, നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കേക്കെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബോർഡറിൽ നമുക്ക് ഒരു ചെറിയൊരു നോസിൽ വെച്ച് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ഏതാണോ ഡെക്കറേഷൻ എളുപ്പം അത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഒരു നോസിൽ വെച്ച് 2 സൈഡും താഴോട്ടും മുകളിലോട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. നമ്മൾ ഇത് ഫോട്ടോ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് അളവിലാണ് ഏത് ഫോട്ടോയാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1 കിലോ കേക്കിന് നമുക്ക് എത്ര അളവാണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും. നമുക്കിതുപോലെ കേക്ക് നല്ലതുപോലെ സെറ്റായി തണുത്തതിന് ശേഷം നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ അത് വെച്ച് കൊടുക്കാം കേട്ടോ. അരമണിക്കൂർ 1/4 മണിക്കൂറിന് മുമ്പേ നമുക്ക് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് നമ്മളെ കസ്റ്റമറിന് അങ്ങനെ വീഡിയോസൊന്നും നമുക്ക് യൂട്യൂബിലൊക്കെ ഇടണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് നിങ്ങളെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ ആ ഒരു ബോർഡറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സൈഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് പ്രളയനാണ് 4 സൈഡ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറത്ത് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ ഡെക്കറേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ.